ശ്രീ നന്ദു, ഇവിടെ ശ്രീ സതീഷ് വസന്ത് സൂചിപ്പിച്ചത് കേരളത്തിൽ സമാധാനമായി കിടന്നുറങ്ങണം എന്നുള്ളതാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് AK ബാലൻ UDF ജയിച്ചാൽ ആഭ്യന്തരം വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വെൽഫെയർ പാർട്ടി ഭരിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയുണ്ടായി. അതിനുശേഷം SDPIയുടെ വോട്ട് തങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പായപ്പോൾ SDPI അങ്ങനെ ഞങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിച്ചുകൊള്ളും, അവരുടെ നിലപാടിലൊക്കെ ഞങ്ങൾ മാറ്റം വരുത്തും എന്ന തരത്തിലേക്ക് അത് മലക്കം മറിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഇടതും വലതും കൂടി ചേർന്ന് നമ്മുടെ കേരളത്തിൽ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനമായി അല്ലേ? അല്ല, ഇതിനകത്ത് കേരളത്തിനകത്തുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു സാഹചര്യം, ഒരു രാഷ്ട്രീയം, അതായത് വർഗീയ സംഘടനകളാണ് എന്നും ഭീകരവാദ സംഘടനകളാണ് എന്നും ആളുകളെ പരിക്കേൽപ്പിക്കാൻ പരിശീലനം നടത്തിയ സംഘടനകളാണ് എന്ന് പറയുന്ന സംഘടനകളിൽ നിന്ന് അവർ വോട്ട് തന്നാൽ ആ വോട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ഒരു ജാള്യതയുമില്ലാതെ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്ന നാണം കെട്ട രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന അപകടകരമായിട്ടുള്ളൊരവസ്ഥ. ഇനി കേരളത്തിനകത്ത് ഇപ്പോൾ എൻ്റെ ബഹുമാനായിട്ടുള്ള LDFിൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ ഈ CPIM എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന, ഞാൻ പറഞ്ഞിട്ടാ, വർഗീയതയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ വർഗീയതയ്ക്കെതിരാണ് ഇവരുടെ നിലപാടെങ്കിൽ ഇവർ SDPIയുടെ വോട്ട് വാങ്ങുമോ? സ്വാഭാവികമായിട്ടുള്ള ആദ്യത്തെ എൻ്റെ ചോദ്യം. വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു സംഘടന ആണ് ഈ പറയുന്ന CPIM എങ്കിൽ SDPI വോട്ട് തരാമെന്ന് പറഞ്ഞ നിമിഷത്തിൽ പറയണ്ടേ അങ്ങനെ നിങ്ങളുടെ ഔദാര്യം ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെ നിങ്ങളുടെ ഔദാര്യം കൊണ്ട് ഒരു ഘട്ടത്തിൽ സ്വരാജ്, അതായത് കേരളത്തിലെ യുവതീ പ്രവേശനം വളരെ വിഷയമായി നിന്ന് കേരളത്തിലെ ഭക്തജനങ്ങളെല്ലാം തെരുവിൽ നിന്ന സമയത്ത് പല മാധ്യമങ്ങളും പറഞ്ഞു യുവതീ പ്രവേശനം CPMന് തിരിച്ചടിയാവുമെന്ന് പറഞ്ഞപ്പം CPMൻ്റെ നേതാവായിട്ടുള്ള സ്വരാജ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, 1000 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടി വന്നാലും ശരി LDF എടുത്ത നിലപാടിൽ നിന്ന് പിന്നാക്കം പോവില്ല. അങ്ങനെ പറഞ്ഞ നേതാക്കന്മാർ ഈ CPIMനകത്തുണ്ട്. എന്തുകൊണ്ട്? സ്വന്തം സഹപ്രവർത്തകൻ്റെ ചങ്കിലാഴ്ത്തിയ കത്തി കയ്യിൽ സൂക്ഷിക്കുന്ന SDPIയെ കൂട്ടത്തിൽ കൂട്ടാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ ആകെ താലോലിക്കുന്നത് ന്യൂനപക്ഷ വർഗീയതയാണ്. അത് പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലുള്ള തീവ്ര വർഗീയ നിലപാടുകളുള്ളവരാണ്. അവർക്ക് അബ്ദുൽ കലാമിനെ അല്ല ആവശ്യം, അവർക്ക് വേണ്ടത് അജ്മൽ കസബിനെ പോലെയുള്ള, അതുപോലെ ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളെയൊക്കെയാണ് അവർക്ക് ആവശ്യം. ആസാദി മുദ്രാവാക്യത്തിന് ഈ JNUവിനകത്ത് ആസാദി മുദ്രാവാക്യം നടക്കുമ്പോൾ ആ മുദ്രാവാക്യം വിളിച്ച ഭീകരവാദികളുടെ കാല് തടവിക്കൊടുത്ത യെച്ചൂരിയുടെ പിൻതലമുറക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇവരിൽ നിന്ന് ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇവരിവിടെ പറയുന്ന അപകടകരമായിട്ടുള്ള ഒരു സാഹചര്യം, ഇവർ വർഗീയതയെ ചെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം, ഇവിടെ മൈനോറിറ്റി ആയിട്ടുള്ള ക്രൈസ്തവ വിഭാഗമുണ്ട്. ഈ ക്രൈസ്തവ വിഭാഗത്തെ ഈരാറ്റുപേട്ടയിൽ നമ്മൾ വളരെ കൃത്യമായി തന്നെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഈരാറ്റുപേട്ടയിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവിടുത്തെ ബിഷപ്പുമാരെ, പുരോഹിതന്മാരെ, ഇവരെയൊക്കെ ഈ വർഗീയ തീവ്ര ഗ്രൂപ്പുകൾ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ഒരു സാഹചര്യം. ഈ അടുത്താണ് എറണാകുളത്ത് ഒരു കന്യാസ്ത്രീ സമൂഹം നടത്തുന്ന ഒരു സ്കൂളിനകത്ത് ഇത്തരത്തിലുള്ള SDPIയുടെ നേതൃത്വത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം നടന്നിട്ട് സ്ഥലം MPയോ MLAയോ പോലും ആ സ്ഥലം സന്ദർശിക്കാൻ ദിവസങ്ങൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഷോൺ ജോർജ് എത്തുന്നത് വരെ ഒരു രാഷ്ട്രീയ നേതാവ് അവിടെ പോകാൻ ധൈര്യം കാണിച്ചില്ല. അദ്ദേഹം എത്തിയതിന് ശേഷം രാഷ്ട്രീയമായി ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകുമെന്ന് കണ്ടതിന് ശേഷമാണ് അവിടെ പോകുന്നത്. ഇതുപോലെ നിങ്ങൾ ഓരോ ഇൻസിഡൻറ്റും കേരളത്തിനകത്ത് ഈ പറയുന്ന ജോസഫ് മാഷിൻ്റെ കൈവെട്ടി മാറ്റിയപ്പോൾ ഈ പറയുന്ന വർഗീയതയെ ചെറുക്കുന്ന ആളുകളാണ് CPIM എങ്കിൽ എന്തുകൊണ്ട് 2 അക്ഷരത്തിൽ അതിനെ അപലപിച്ചില്ല? അവിടെ അവർ പറഞ്ഞത് ആ മതവിഭാഗത്തിൻ്റെ അവരുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ഥലത്ത് മാത്രം അതിൻ്റെ സോഫ്റ്റ് ടെക്സ്റ്റിൽ നിൽക്കുകയും മറ്റുള്ള വിഭാഗങ്ങളെയൊക്കെ മാറ്റി നിർത്തുകയും ചെയ്ത് സംഘടിതമായ വോട്ട് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കേരളത്തിനകത്ത് മനഃപൂർവ്വമായി വർഗീയതയെ പരിപോഷിപ്പിക്കുന്ന നിലപാട് കേരളത്തിലെ ഭരണകക്ഷി തന്നെ സ്വീകരിക്കുന്നത് അപകടകരമാം വിധം കേരളത്തിനകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് ചെറിയ രീതിയിലായിരിക്കില്ല. കാശ്മീരിൻ്റെ ഒരു ചെറിയ പതിപ്പിലേക്ക് കേരളത്തെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മൺമറഞ്ഞു പോയ
LDFിന്റെ നേതാവായിട്ടുള്ള മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത് ISISന്റെ കേരള പതിപ്പാണ്, ഭാരതത്തിന്റെ പതിപ്പായിട്ടാണ് SDPI വളർന്നു വരുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ വോട്ട്, ഇവരുടെ സ്വന്തം നേതാവ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അനുഷേധ്യനായ നേതാവ്, മൺമറഞ്ഞു പോയ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള സംസ്ഥാന മന്ത്രിസഭയ്ക്കകത്ത് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ പ്രോട്ടോകോൾ നിർവഹിച്ചിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ പോലും അടയാളപ്പെടുത്തിയ ഭീകരവാദ സംഘടനയുടെ വോട്ട് അത് ഞങ്ങൾ നിഷ്കളങ്കമായാണ് വാങ്ങുന്നത് എന്ന് CPM പറഞ്ഞാൽ അത് CPMന് മാത്രമേ ദഹിക്കുള്ളൂ, കേരളത്തിലെ പൊതുസമൂഹ ജനത്തിന് ദഹിക്കില്ല. ശ്രീ സഖാവ് ശിവൻകുട്ടി ഇന്ന് കേരളത്തിന്, അദ്ദേഹം ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്ന ആളാണ്. അദ്ദേഹം കേരളത്തിന് മുന്നിൽ അടയാളപ്പെടുത്തുന്നത് താൻ വർഗീയവാദത്തിനും വർഗീയ ചേരിതിരിവിനും അതുപോലെ തന്നെ രാഷ്ട്രവിധ്വംസക ശക്തികളുടെയും കയ്യിലെ കളിപ്പാവയായിരുന്നു എന്നുള്ളത് അദ്ദേഹം അടയാളപ്പെടുത്തുകയാണ്. അത് കേരളത്തിൽ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, ഇടതുപക്ഷത്തെ വിശ്വസിച്ച സാധാരണപ്പെട്ട ജനങ്ങളോടുള്ള നിങ്ങളുടെ നീതികേടാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. ശരി.